കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്ത് 15 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന സൊസൈറ്റിയാണ് ടാഫ്കോസ്. കാർഷിക രംഗത്തും മാലിന്യ സംസ്കരണ രംഗത്തും നിരവധിയായ പ്രവർത്തനങ്ങളാണ് ടാഫ്കോസ് നടത്തിവരുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ടാഫ്കോസ് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി എന്ന സ്ഥാപനം 15 വർഷമായി കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരികയാണെന്ന് അറിഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലെ തന്നെ അനുഭവ സമ്പന്നരായ കർഷകരുടെ അനുഭവ സമ്പത്താണ് ടാഫ്കോസിന്റെ ഏറ്റവും വലിയ വിജയം. ഒറ്റഞ്ഞാർ കൃഷി, ഫാം ടൂറിസം, കുരുമുളക് കൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ അനുഭവ സമ്പന്നരായ കർഷകരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാഫ്കോസ് പരിശീലനം നൽകിയ നിരവധി ഒറ്റഞ്ഞാർ നെൽകൃഷിയിലും തേനീച്ച വളർത്തലിലും കൂൺ കൃഷിയിലും കുറ്റിക്കുരുമുളക് കൃഷിയിലും ഒരുപാട് കർഷകർ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലായി കാർഷിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു വരുന്നുണ്ട്. ടാഫ്കോസിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ടാഫ്കോസ് നിർമ്മിച്ചു നൽകുന്ന കൊയർപ്പിത്ത് ഇനോക്കുലം കേരള സർക്കാരിന്റെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിലവിൽ ടാഫ്കോസിന്റെ ചകിരിച്ചോർ ഇനോക്കുലവും ലിക്വിഡ് ഇനോക്കുലവും നമ്മൾ വിൽപ്പന നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് കരിയില കമ്പോസ്റ്റ്, അതുപോലെ ഈ ജൈവ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ടാഫ്കോസ് നിലവിൽ ചെയ്തു വരുന്നുണ്ട്. ടാഫ്കോസ് നടത്തുന്ന മറ്റൊരു പ്രവർത്തനമാണ് കാർഷിക മേഖലയിലെ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് അറിയുന്നതിന് വേണ്ടി നിരവധിയായ കാർഷിക സദസ്സുകൾ ടാഫ്കോസ് ഓരോ മാസവും 2 എണ്ണം വീതം എന്ന രീതിയിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാർഷിക സദസ്സിൽ നിന്നും അനുഭവസ്ഥരായ കർഷകരെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കർഷകരെയും കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ചെന്ന് കർഷകരെ നേരിട്ട് കണ്ട് അവരുടെ കൃഷി രീതിയും അവരുടെ മാർക്കറ്റിങ്ങും അവരുടെ മറ്റുള്ള കാര്യങ്ങളും നേരിട്ട് കണ്ട് പഠിക്കുക എന്നതും ടാഫ്കോസിന്റെ വേറിട്ടൊരു പ്രവർത്തനമാണ്. ടാഫ്കോസിന്റെ കുറ്റിക്കുരുമുളക് കൃഷിയിലെ ഏറ്റവും മികച്ച പരിശീലകനാണ് പന്നിയൂർ സ്ഥിരതാമസക്കാരനായ ലക്ഷ്മണേട്ടൻ.